എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കുതിരയിറച്ചി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കുതിരയിറച്ചി കഴിക്കുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അങ്ങനെ ബസ് കയറി നമ്മളൊരു 1.5 മണിക്കൂറിൻ്റെ യാത്രയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുതിരയിറച്ചി ആരും കഴിക്കുന്നില്ല? കുതിരയിറച്ചി പോട്ടെ, മുയലിറച്ചി, ഇങ്ങനത്തെ പല ഡിഷസ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല? നമ്മുടെ നാട്ടിൽ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മളെ ട്രഡീഷണൽ പരമായിട്ട് നമുക്ക് പൊതുവേ ഇങ്ങനത്തെ ഡിഷസ് ഒന്നുമില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കുതിരയിറച്ചി, മുയലിറച്ചി ഇതൊക്കെ വളരെ ഫേമസ് ആണ്. ഈവൻ ഇവിടെ ഇറ്റലിയിലെ പല ഡിഷസ് ഉണ്ട്. കുതിരൻ്റെ സ്റ്റൂ ഉണ്ട്, അതുപോലെ പച്ചയ്ക്ക് കുതിര കഴിക്കുന്ന ഹോസ് താർത്താർ എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റി ഡിഷസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളെ നാട്ടിൽ പൊതുവേ ഇങ്ങനത്തെ ഒരു ഡിഷസും കാണാറില്ല. നമ്മൾ പൊതുവേ ഒന്നെങ്കിൽ ബീഫ്, അല്ലെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ മട്ടൻ. പോർക്കും വളരെ റെയറായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ നാഗാലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് കുതിരയിറച്ചി വാങ്ങിയിട്ട് നല്ല നാടൻ രീതിയിൽ ഒരു കറി വെച്ച് നോക്കാം. ഇതുവരെ ഞാൻ ആരും വീഡിയോ കണ്ടിട്ടില്ല ഇങ്ങനെ കുതിര കറി വെച്ചത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ സാധനം നമ്മൾ വാങ്ങി. ഏകദേശം കിലോയ്ക്ക് ഒരു 1300 നാട്ടിലെ റേറ്റ് വരുന്നുണ്ട്. ഞാൻ 1/2 കിലോ ആണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു സിമ്പിൾ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് വലിയ ജീരകം, ഒരു 2-3 പീസ് ഏലക്കായ, അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി അതിൻ്റെ അകത്തിട്ടു. അതൊന്ന് ചെറുതായിട്ട് സോത്ത് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്, അതായത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് എരിഞ്ഞത് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ടു. ചെറിയ പീസായിട്ട് അരിഞ്ഞ് തക്കാളി ഇട്ടു. പിന്നെ കുറച്ച് കറി ലീവ്സ്, ഇവിടെ കറി ലീവ്സ് കിട്ടില്ല, അതുകൊണ്ട് ഡ്രൈ ആണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മളെ നാട്ടിലെ സാധാ മസാല അത് തന്നെ. അതൊന്ന് മൂപ്പിച്ചെടുക്കുക, നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. അങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച കുതിരയിറച്ചി ഇടുന്നു. കുതിരയിറച്ചി നല്ല വേവ് ആവശ്യമുള്ളതാണ്. കാരണം ഞാനിപ്പോൾ മേടിച്ച കുതിരയിറച്ചി എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 5-6 വിസിൽ ഞാൻ അടിക്കേണ്ടി വരും. ഇത് അല്ലാതെ ഇത് വെന്ത് കിട്ടൂല. അങ്ങനെ കഴുകി വെച്ച കുതിരയിറച്ചി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു ബീഫിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടെങ്കിലും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ഉപ്പും ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക, മസാലയൊക്കെ എല്ലാ സൈഡിലും പിടിക്കുന്ന പോലെ. എന്നിട്ട് ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുതിര വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഒരു 6 വിസിൽ അടുപ്പിക്കുന്നുണ്ട്, വേവെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കി, നെയ്ച്ചോറിൻ്റെ കൂടെയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.